അല്ല, അപ്പൊ നിലവില് 2 ഫോമാണ് നമ്മൾ ഈ എന്യൂമറേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇതുപോലെ ഫോട്ടോ പതിച്ച 2 ഫോം ഉണ്ടാവും. ഇതാണ് നമ്മൾ പൂരിപ്പിച്ചിട്ട് BLO കൊടുക്കേണ്ടത്. അതിന് നിങ്ങളെ കൈമേൽ ആദ്യം ഈ മുകളിലത്തെ ഭാഗത്ത് ഇപ്പോഴത്തെ മുകളിലത്തെ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ വരുന്നത് താഴെ 2 ഭാഗം ഉണ്ടാവുക. 2002 SIRന്റെ വിവരങ്ങൾ എഴുതാൻ വേണ്ടി ഇടതുവശത്തെ ഒരു ഭാഗം, വലതുവശത്തെ ഒരു ഭാഗം. ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ആദ്യം പൂരിപ്പിക്കുക. ഇപ്പൊ ജനന തീയതി, ആധാർ നമ്പർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മതി, മൊബൈൽ നമ്പർ അതിലുണ്ടാവും നിങ്ങളെ പേര്, പിതാവിന്റെ രക്ഷിതാവിന്റെ പേര്, രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ഷൻ ID കാർഡിന്റെ മുകളിലുള്ള ഒരു നമ്പർ ഉണ്ട്, CSE RE എന്നുള്ള മട്ട്, ആ നമ്പർ എഴുതുക. മാതാവിന്റെ പേര്, മാതാവിന്റെ എപ്പിക് നമ്പറും ലഭ്യമെങ്കിൽ, പങ്കാളിയുടെ പേര്, ഭാര്യ ഭർത്താവ്, പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ. അപ്പൊ ഈ ഡീറ്റെയിൽസ് മുകളിൽ എഴുതിയിട്ട് 2002 വോട്ട് ഉള്ളവരാണെങ്കിൽ, 2002 പട്ടികയിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ ലിങ്കിലൂടെ കണ്ടെത്തിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം ഇതേ വ്യക്തിക്ക് ഈ 2002 ആ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതിന്റെ ക്രമ നമ്പർ, അതിന്റെ മണ്ഡലത്തിന്റെ, നമ്മൾ തളിപ്പറമ്പ് തന്നെ വേണമെന്നില്ല, ഇപ്പം കണ്ണൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും ആ മണ്ഡലത്തിലെ സീരിയൽ നമ്പറും ക്രമ നമ്പറും പാർട്ട് നമ്പറിൽ എഴുതാൻ പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതേണ്ടത്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ അതിനുശേഷം റൈറ്റ് സൈഡിലുണ്ട്, ചിലപ്പോൾ ഈ സമയത്ത് ഈ വ്യക്തി ഗൾഫിലായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഗൾഫിലാണ്, അപ്പൊ അയാൾക്ക് ഈ കോളം പൂരിപ്പിക്കാൻ കഴിയില്ല. കാരണം 2002 ഇവിടെ വോട്ട് ഉണ്ടായിരുന്നില്ല, നാട്ടിലില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് നേരെ റൈറ്റ് സൈഡിൽ ബന്ധുക്കൾ വിവരം, അഥവാ ഈ വ്യക്തിന്റെ ഉപ്പ, ഉമ്മ, ഉപ്പാപ്പ, ഉമ്മാമ എന്നവർക്ക് 2002 ഈ പട്ടികയിൽ വോട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ ബന്ധുവിന്റെ SIRലുള്ള ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആയി. അത് പ്രകാരം ഒരു ഡോക്യുമെന്റും കൊടുക്കാതെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇടതുവശത്ത് നിങ്ങൾക്ക് 2002 വോട്ട് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആ പട്ടികയിൽ നിന്ന് പരിധി എടുക്കണം. അതിന്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വഴി കണ്ടെത്തണം. BLOന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് BLOട് ചോദിച്ചാൽ BLO പറഞ്ഞു തരും, BLO സഹായിക്കും. ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ വലതുവശത്ത് ഈ ഇടതുവശത്ത് ഇല്ലാത്തവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതാം, ഉള്ളവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതിയാൽ പ്രശ്നമില്ല. ആ രീതിയിൽ ഇത് പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കുക. ഒരു വീട്ടിലുള്ള ഒരു മുതിർന്ന പൗരന് എല്ലാവരുടെയും ഒപ്പിടിച്ച് വാങ്ങിയിട്ട് കൊടുത്താൽ മതി. പുറത്ത് ഈ നാട്ടിലിപ്പം വിദേശത്ത് എവിടെയും നാട്ടിലില്ലാത്തവരെ ഫോം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ രീതിയിലാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ.